ഹലോ, നമുക്ക് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ സോയാ ചങ്ക്സ് എങ്ങനെ വെക്കുന്നത് നോക്കാം. വെജിറ്റേറിയൻസിനായാലും നോൺ വെജിറ്റേറിയൻസിനായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ചെറിയ സൈസ് സോയ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 2 പ്രാവശ്യം കഴുകിയെടുത്തതിലേക്ക് എല്ലാം ഒന്ന് മുങ്ങാൻ പാകത്തിൽ കുറച്ച് ചുടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അരമണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ അതെല്ലാം ഇതുപോലെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് അത് ഡ്രെയിൻ ചെയ്തിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു തവി ഉപയോഗിച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ശേഷം 2 വലിയ സവാള സ്ലൈസ് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഈ സവാളയുടെ കളറൊക്കെ മാറി വരുന്നവരെ ഇളക്കി കൊടുക്കാം. കളറൊക്കെ ഒന്ന് മാറി വരുന്ന ശേഷം അതിലേക്കായിട്ട് സ്ലൈസ് ചെയ്ത് ഒരു വലിയ തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി തക്കാളി നല്ലോണം ഉടഞ്ഞ് വരണം. അതിനായിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വയ്ക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്കായിട്ട് നമുക്ക് പൊടികളോട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവയാണ് ചേർക്കുന്നത്. ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയും ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് ഈ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം. 2 മിനിറ്റോളം ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്കായിട്ട് നമുക്ക് സോയ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയൊക്കെ സോയയിൽ നല്ലോണം പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കായിട്ട് 1/2 ലിറ്റർ ചെറുചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കാം. 2-3 സെക്കൻഡ് നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് ശേഷം നമ്മുടെ ഗ്രേവിയൊക്കെ ചെറുതായി കുറുക്കി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ശേഷം സെർവ് ചെയ്യാം. ഇത് ചോറിനോടൊപ്പം മാത്രമല്ല ചപ്പാത്തിക്കും അപ്പത്തിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടമായി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.